സർ, നടൻ രജനീകാന്ത് ഋഷികേശിലേക്ക് ഹിമാലയത്തിലേക്ക് പോകുന്ന വഴി ഉള്ള പടങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അദ്ദേഹം എല്ലാ വർഷവും ഇത്തരത്തിൽ ഹിമാലയത്തിലേക്ക് പോകാറുണ്ട്, അവിടെ ധ്യാനത്തിലിരിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് എല്ലാ വർഷവും അദ്ദേഹം ഇത്തരത്തിൽ പോകാനുള്ളതിന്റെ ഒരു കാരണം? അദ്ദേഹത്തിന് ഹിമാലയത്തിൽ നിന്നൊരു നിധി കിട്ടിയിട്ടുണ്ട്. ആ നിധി എന്താന്ന് പറഞ്ഞാല് അത് മഹാവതാർ ബാബ, അതായത് എത്രയോ വർഷങ്ങളായിട്ട് വേണമെങ്കിൽ യേശുവിന് മുമ്പ് ഒക്കെ ജനിച്ച ഒരാൾ എന്ന് വിശ്വസിക്കുന്ന ഒരു മഹാവതാർ ബാബ. അത് പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിൽ മഹാവതാർ ബാബയെ പറ്റി വിവരിച്ചപ്പോഴാണ് ഇങ്ങനൊരാളെ പറ്റി ജനം അറിയുന്നത്. ഈ മഹാവതാർ ബാബയെ പറ്റിയിട്ടാണ് ബാബ എന്ന് പറഞ്ഞൊരു സിനിമ മുമ്പ് രജനീകാന്ത് നിർമ്മിച്ചത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഈ മഹാവതാർ ബാബ അതായത് പരമഹംസ യോഗാനന്ദയുടെ ഗുരു യുക്തേശ്വർ മഹാഗിരി, യുക്തേശ്വർ മഹാഗിരിയുടെ ഗുരു ലാഹിരി മഹാശേൻ, ലാഹിരി മഹാശേൻ്റെ ഗുരുവാണ് മഹാവതാർ ബാബ. അപ്പം അതൊരു പരമ്പരയാണ്. മുമ്പ് ഈ മോഹൻലാൽ തന്നെ കാശിയിൽ പോയ ഒരു യാത്ര രാമാനന്ദ് കേസരിയിലോ മറ്റോ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ എവിടെയാണ് ഈ ലാഹിരി മഹാശേൻ ഇവിടെ താമസിച്ചിരുന്നത്, എവിടെയാണ് യുക്തേശ്വർ താമസിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താമസിച്ച സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് മോഹൻലാൽ നടന്നത്. മോഹൻലാലിനൊരു ആത്മീയ വശം ഇടയ്ക്ക് ഇങ്ങനെ പൊന്തി വരും. കാരണം അദ്ദേഹം ഈ പ്രഭാകര സിദ്ധയോഗിയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ആളാണ് ഈ മോഹൻലാൽ. മോഹൻലാലിന്റെ ചിറ്റപ്പൻ ആലപ്പുഴയിലായിരുന്നു. അപ്പൊ ചിറ്റപ്പന്റെ വീട്ടിൽ പ്രഭാകര സിദ്ധയോഗി വരും. ആ സമയത്ത് സുധാമണി എന്ന് പറഞ്ഞ കൊച്ചുകുട്ടി വരും. ആ കൊച്ചുകുട്ടിയെ അനുഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഈ പ്രഭാകര സിദ്ധയോഗി. പ്രഭാകര സിദ്ധയോഗിയിൽ നിന്ന് കുറെ ആത്മീയ ഊർജം കിട്ടിയ ഒരാളാണ് സുധാമണി, മാതാ അമൃതാനന്ദമയി എന്ന് പറഞ്ഞ അവരുടെയൊക്കെ വളരെ ചെറുപ്പം മുതലുള്ള ബന്ധമാണ് ഈ മോഹൻലാലിന് ഉള്ളത്. ശരിക്കും മാതാ അമൃതാനന്ദമയി ആരാണെന്ന് അറിയുന്ന ആളാണ്. അപ്പോൾ ഈ എല്ലാ കൊല്ലവും ഈ പറഞ്ഞ പോലെ ഈ ഇദ്ദേഹത്തിൻ്റെ ഗുഹ അവിടെ ഉണ്ട്, ഇദ്ദേഹം താമസിച്ചിരുന്ന മഹാവതാർ ബാബ. അവിടെയൊക്കെ പോയി ധ്യാനിക്കാനൊക്കെ ആയിട്ടാണ് രജനീകാന്ത് പോകുന്നത്. രജനീകാന്ത് ഇപ്പോൾ പോയിട്ട് അവിടെ ഋഷികേശിൽ ദയാനന്ദ ആശ്രമത്തിൽ പോയി. പിന്നെ ദയാനന്ദ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് പൂക്കളൊക്കെ അർപ്പിച്ചു. ഗംഗാ തീരത്ത് പോയിട്ട് അവിടെ ധ്യാനിക്കുകയൊക്കെ ചെയ്തു. പിന്നെയും അവിടെ നിന്നും കുറേ യാത്രകളുണ്ട്. ഞാനൊരു ദിവസം ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് ഋഷികേശ് ഹരിദ്വാറും കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സിൽ കയറി ഞാൻ വളരെ വർഷം മുമ്പ് പോയിട്ടുണ്ട്. അത് പക്ഷെ ഒറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ശരിക്കൊരു യാത്ര ആയിട്ടില്ല. ഹരിദ്വാറും ഋഷികേശും മാത്രം കണ്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളാണ്, കുറേ ദിവസങ്ങളും വേണം. ഈ ഒക്ടോബറിൽ ഞാൻ ഹിമാലയത്തിലേക്ക് പോകാനിരുന്നതാണ്, ഏതാണ്ട് ഒരു മാസം. അത് പക്ഷെ അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മെയ് അവസാനം രജനീകാന്ത് ഹിമാലയത്തിലേക്ക് പോയിരുന്നു. അന്ന് ഡെറാഡൂൺ എയർപോർട്ടിൽ വെച്ചിട്ട് ANI വാർത്താ ഏജൻസിയോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, എല്ലാ വർഷവും എനിക്ക് ഇങ്ങനെ ഈ യാത്രയിൽ നിന്ന് പുതിയ അനുഭവങ്ങൾ കിട്ടാറുണ്ട്. ലോകത്തിന് മുഴുവൻ ആത്മീയത നൽകുന്ന ഒരു മേഖലയാണ് ഹിമാലയം. ശാന്തി നമ്മളിവിടെ അനുഭവിക്കുന്നു, ദൈവത്തിനോടുള്ള അർപ്പണം കൂടിയാണ് ഇത് എന്ന് രജനീകാന്തിനെ അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അബുദാബി ബാബ്സ് മറ്റേ സ്വാമിനാരായൺ സമൂഹം ഉണ്ടല്ലോ, അവര് പണിത ആ വലിയ ക്ഷേത്രത്തിൽ പോയിരുന്നു അതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ഈ കുമയോൺ കുന്നുകളിൽ ആണ് ഈ മഹാവതാർ ബാബയുടെ ഗുഹയുള്ളത്. ഗുഹയ്ക്കടുത്ത് ഒരു ധ്യാന കേന്ദ്രത്തിന് പണം മുടക്കിയത് രജനീകാന്താണ്. ധ്യാന കേന്ദ്രം പണിയാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തത് രജനീകാന്താണ്. അപ്പോൾ മഹാവതാർ ബാബ ചിരഞ്ജീവി ആണ് എന്നാണ് വിശ്വാസം. ദുണഗിരിയിലാണ് ഗുഹ. ഈ കുമയോൺ പ്രദേശത്ത്, ഉത്തരാഖണ്ഡിൽ കുമയോൺ പ്രദേശത്ത് ദുണഗിരിയിലാണ് ഗുഹ. അപ്പോൾ 2002 സാധാരണഗതിയിൽ ഈ സിനിമയുടെ റിലീസിന് ശേഷമാണ് പോകാറുള്ളത്.
ചില സമയത്ത് റിലീസിന് തൊട്ട് മുമ്പ് പോയതും കാണാം. ഈ ഹിമാലയത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2002 ഈ മഹാവതാർ ബാബയെ പറ്റി ബാബ എന്ന് പറഞ്ഞ സിനിമ എടുത്തിട്ട് റിലീസിന് മുമ്പ് പോയിരുന്നു. 2 ആഴ്ചയോളം ഹിമാലയത്തിൽ ധ്യാനിക്കാൻ പോയിരുന്നു. ഇപ്പം നമ്മൾ തെരുവോരത്ത് ഭക്ഷണം കഴിക്കുന്ന ഈ ഇലയുടെ പ്ലേറ്റിൽ ചിത്രങ്ങളല്ലേ, മറ്റേതും ഹിമാലയത്തിൻ്റെ തന്നെ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം മഹാവതാർ ബാബ രണ്ടാം നൂറ്റാണ്ടിൽ ജനിച്ചു എന്നാണ് വിശ്വാസം. ക്രിയായോഗ ലോകത്ത് എന്താ പറയുക കണ്ടെത്തിയത് മഹാവതാർ ബാബയാണ്. അതാണ് പരമഹംസ യോഗാനന്ദയൊക്കെ പിന്തുടർന്നത്. തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്ന് പോയ ആളാണ് മഹാവതാർ ബാബ എന്നാണ് തമിഴ്നാട്ടിലെ വിശ്വാസം. ശരിക്കും മഹാവതാർ ബാബ എവിടെയാണ് ജനിച്ചത് എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ കടലൂരിൽ ആണെന്ന് തമിഴ്നാട്ടിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് അന്ന് പേര് നാഗരാജൻ എന്നായിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടിലെ കടലൂരിൽ നിന്ന് ഋഷികേശിലേക്ക് പോയി അവിടെ സന്യാസിയായി ജീവിക്കുകയാണ് ചെയ്തത്. ഇങ്ങനൊരു ബന്ധമുള്ളത് ചിലപ്പോൾ പിന്നീട് രജനീകാന്തിന് മനസ്സിലായിട്ടുണ്ടാവും. ഈ കടലൂർ കാര്യമൊന്നും പരമഹംസ യോഗാനന്ദയുടെ പുസ്തകത്തിലൊരു അധ്യായമുണ്ട് മഹാവതാർ ബാബയെ പറ്റി. ഈ കടലൂർ കാര്യമൊന്നും അതിലില്ല. 1861-65 കാലത്താണ് ഏറ്റവും ഒടുവിൽ ഹിമാലയത്തിൽ മഹാവതാർ ബാബയെ കണ്ടിരുന്നതായിട്ട് പറയുന്നത്. അൽമോറയിലാണ് ഈ ദുണാഗിരി. അവിടെ നിന്ന് 1 മണിക്കൂർ പോകണം അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയിലേക്ക്. റാണി ഖേത്തിനടുത്താണ് ആ ഗുഹ എന്ന് പരമഹംസ യോഗാനന്ദയുടെ പുസ്തകത്തിൽ കാണാം. അവിടെയാണ് ഈ ലാഹിരി മഹാശയൻ, മറ്റേ പരമഹംസ യോഗാനന്ദയുടെ ഗുരു യുക്തേശ്വറിന്റെ ഗുരു ലാഹിരി മഹാശയൻ മഹാവതാർ ബാബയെ കണ്ടത് ഗുഹയിൽ വെച്ചാണ് എന്ന് എഴുതിയിട്ടുണ്ട്. 1978 ഒരാൾ കൊണ്ടുപോയി ഈ പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോബയോഗ്രഫി കൊണ്ടുപോയി രജനീകാന്തിന് കൊടുക്കുന്നത്. പക്ഷെ 1978 പുസ്തകം കിട്ടിയിട്ട് വളരെ വർഷങ്ങൾ ഇത് വായിച്ചിട്ടില്ല എന്ന് രജനീകാന്ത് പറയുന്നുണ്ട്. കാരണം എൻ്റെ ഇംഗ്ലീഷ് അത്ര വലിയ ഇംഗ്ലീഷൊന്നും അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വായിക്കാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1999 ഈ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി വായിക്കുന്നത്. അത് പടയപ്പ എന്ന് പറഞ്ഞ സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം ആണ് അത് വായിച്ചത്. അതിൽ ബാബാജിയുടെ ചിത്രം രജനീകാന്ത് കണ്ടപ്പോൾ, ഈ പുസ്തകത്തിൽ ചിത്രമുണ്ട് മഹാവതാർ ബാബ ആ ഗുഹയിൽ ലാഹിരി മഹാശയൻ കാണുന്നതുമായിട്ട്. ആ ചിത്രം കണ്ടപ്പോൾ പെട്ടെന്നൊരു പ്രകാശധോരണി ചുറ്റും പരന്നു എന്ന് രജനീകാന്ത് പറയുന്നുണ്ട്. ഒരു പ്രത്യേക ആസനത്തിൽ ഞാൻ ഇരിക്കാൻ തുടങ്ങി, പത്മാസനം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പ്രകാശധോരണി ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ അനുഭവമാണ്, അനുഭവത്തിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ ക്രിയായോഗ സ്രഷ്ടാവ്, അതുപോലെ ഈ പരമഹംസ യോഗാനന്ദയുടെ യോഗോദ സത്സംഗ സൊസൈറ്റി 1917 ഉണ്ടായി. ഇതിൻ്റെ ശതാബ്ദിക്കും ധാരാളം സഹായങ്ങൾ രജനീകാന്ത് ചെയ്തിരുന്നു. ഈ അന്ന് പുസ്തകം വായിച്ചത് മുതൽ സ്ഥിരമായി രജനീകാന്ത് ഈ ഗുഹയിലേക്ക് എല്ലാ കൊല്ലവും പോകുന്നുണ്ട്. സൊസൈറ്റിയുടെ ഈ ശതാബ്ദിയിലാണ് അവിടെ ധ്യാന കേന്ദ്രം സ്ഥാപിച്ചത്. ഈ ബാബാജിയെ എപ്പോൾ കണ്ടാലും ഒരു 25 വയസ്സാണ് തോന്നുക എന്ന് പരമഹംസ യോഗാനന്ദയും പറഞ്ഞിട്ടുണ്ട്. ഈ ചിരഞ്ജീവിയായി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദവും ഒക്കെ ജീവിക്കുന്ന കാലത്തും. അപ്പോൾ ഈ മഹാവതാർ ഈ പരമഹംസ യോഗാനന്ദയുടെ പുസ്തകം വന്ന ശേഷം മഹാവതാർ ബാബയ്ക്ക് ഒരുപാട് ഇങ്ങനെ ശിഷ്യന്മാരുണ്ടായി, മാനസ ഗുരുവായിട്ട് കാണുന്നവർ. അതിൽ വിദേശികളും ധാരാളം ഉണ്ട്. ഉദാഹരണത്തിന് ബീറ്റിൽസ് ഇല്ലേ, ബാൻഡ്, ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുന്ന, മുമ്പുണ്ടായിരുന്ന വലിയ ഹിറ്റായിരുന്നില്ലേ ബീറ്റിൽസ്, ബോണിയം എന്നൊക്കെ പറയുന്നത് എൻ്റെ യൗവനകാലത്തൊക്കെ. ബീറ്റിൽസിൻ്റെ 1967 ഒരു ആൽബത്തിൻ്റെ കവറിൽ മഹാവതാർ ബാബ ആണ്. അതുപോലെ ജോർജ് ഹാരിസന്റെ ആൽബത്തിൽ റോജർ ഹോക്സന്റെ ഒരു പാട്ട്
തന്നെ ബാബാജി എന്നാണ്. ബാബാജിക്ക് സമർപ്പിക്കുന്ന ഒരു പാട്ട് തന്നെ ഉണ്ട്. അപ്പോൾ മഹാവതാർ ബാബ എന്ന് പറഞ്ഞ വലിയൊരു ആത്മീയ പുരുഷനെ ഗുരുവായി കണ്ടിട്ടാണ് ഈ ഹിമാലയത്തിലേക്ക് അദ്ദേഹം താമസിച്ചിരുന്ന ഗുഹയിലേക്ക് എല്ലാ കൊല്ലവും രജനീകാന്ത് തീർത്ഥാടനത്തിന് പോകുന്നത്. അതാണ് ഹിമാലയത്തിൽ രജനീകാന്തിന് കിട്ടിയ നിധി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.